BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. വീര്യം കുറഞ്ഞ മദ്യത്തിന് ബഡ്ജറ്റിൽ നികുതി ഘടന പ്രഖ്യാപിച്ചതിനെ ചൊല്ലി UDF സർക്കാരിനുള്ളിലും കോൺഗ്രസിലും വൻ രാഷ്ട്രീയ ഭൂകമ്പം പുകയുകയാണ്. മുഖ്യമന്ത്രി VD സതീശൻ പ്രഖ്യാപിച്ച മദ്യനയ പരിഷ്കരണ എക്സൈസ് മന്ത്രി M. ലിജു മുൻകൂട്ടി അറിഞ്ഞില്ലെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യം വിൽപ്പന നടത്തുന്നത് ചർച്ചയില്ലാതെ നടപ്പിലാക്കാനാകില്ലെന്ന നിലപാടിലാണ് എക്സൈസ് മന്ത്രി M. ലിജു ഇപ്പോൾ ഉള്ളത്. കോൺഗ്രസിലെ KC വേണുഗോപാൽ പക്ഷത്തെ പ്രമുഖനായ M. ലിജുവുമായി മുഖ്യമന്ത്രിക്ക് കടുത്ത ആശയവിനിമയ കുറവുണ്ടെന്നതാണ് ഇത് പരസ്യമാക്കുന്നത്. കൂടാതെ നയപരമായ ഇത്തരം വലിയ മാറ്റങ്ങൾ എക്സൈസ് വകുപ്പ് അറിയാതെ ധനകാര്യ വകുപ്പും മുഖ്യമന്ത്രിയും നേരിട്ട് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയത് ഏകപക്ഷീയമാണെന്നാണ് KC പക്ഷത്തിന്റെ കടുത്ത ആക്ഷേപം. ഒപ്പം സംസ്ഥാനത്തെ ലഹരിക്കെതിരെ പടയോട്ടം നയിക്കുന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെയും ഈ നീക്കം കടുത്ത രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയത്തിൽ രമേശ് ചെന്നിത്തല കടുത്ത നിലപാടിലേക്ക് നീങ്ങുമെന്നും കോൺഗ്രസ് ഹൈക്കമാൻഡും വിഷയത്തിൽ ഇടപെടുമെന്നും സൂചനകളുമുണ്ട്. കൂടാതെ ലീഗ് നേതൃത്വവും എക്സൈസ് മന്ത്രി പോലും അറിയാതെ മദ്യ കമ്പനികളെ സഹായിക്കുന്ന രീതിയിൽ നികുതി ഇളവ് പ്രഖ്യാപിച്ചതിൽ അതൃപ്തിയിലാണെന്നാണ് സൂചന. സമസ്ത അധ്യക്ഷൻ സെയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, കാന്തപുരം തുടങ്ങിയ പ്രമുഖ മതമേലധ്യക്ഷന്മാർ ആഭ്യന്തരമന്ത്രിയുടെ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരുന്ന സാഹചര്യത്തിൽ ലീഗിന് സർക്കാരിന്റെ ഈ പുതിയ മദ്യനയത്തെ പരസ്യമായി പിന്തുണയ്ക്കാനും ആകില്ല. ഇതിനോടകം തന്നെ ഇതിനെതിരെയുള്ള ലീഗിന്റെ അതൃപ്തിയും പ്രകടമായി കഴിഞ്ഞതാണ്. ഈ വിഷയത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനും കടുത്ത വിയോജിപ്പുണ്ട്. ക്രൈസ്തവ സഭയുടെയും KBCBC മദ്യവിരുദ്ധ സമിതിയുടെയും വികാരം പൂർണ്ണമായി മാനിക്കണമെന്ന് കേരള കോൺഗ്രസ് ജോസഫ് പരസ്യമായി ആവശ്യപ്പെടുന്നതുമായിരിക്കും. പുതിയ തലമുറയെയും സ്ത്രീകളെയും ലഹരിയിലേക്ക് ആകർഷിക്കുന്ന തരത്തിലുള്ള വീര്യം കുറഞ്ഞ മദ്യ ഉൽപാദന പദ്ധതിയെ ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് ജോസഫ് ഗ്രൂപ്പും ഉള്ളതെന്നാണ് വിവരം. ഇത്തരത്തിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് ബഡ്ജറ്റിൽ നികുതി ഘടന പ്രഖ്യാപിക്കുന്നതിനെ ചൊല്ലി പ്രതിപക്ഷം ഇതിനോടകം തന്നെ തങ്ങളുടെ പ്രതികരണങ്ങൾ അറിയിച്ചു കഴിഞ്ഞതുമാണ്. ഇത് നടപ്പിലാക്കുന്നതിനെതിരെ വരും ദിവസങ്ങളിൽ ഇനിയും വലിയ പ്രതിഷേധങ്ങളാകും പാർട്ടിക്കുള്ളിലും പുറത്തും ഉണ്ടാകുക എന്നാണ് വിലയിരുത്തൽ. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.